ഹരി ശ്രീരാമരായ നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതമാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാവതി ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നിരൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരി. ബ്രാഹ്മണ ശ്രേഷ്ഠൻ പുരാശുകൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രാധാന്യത്വം കൈക്കൊണ്ട് ദേവകൾക്ക് അഭ്യുദയാർത്ഥമായി നിത്യവും ദേവാദികൾക്കു വിനാശത്തിനായിക്കൊണ്ടും യാഗാദി കർമ്മങ്ങൾ ചെയ്തുമേ വീടിനാൻ യോഗം തരിച്ചു വര ബ്രഹ്മനിഷ്ഠയാ വൃന്ദാരക അഭ്യുദയാർത്ഥിയായി രാക്ഷസ ഇന്ദിരാപരനായി മരുവുണ്ട് ശാന്തനെ നിർജ്ജല വൈകുലശ്രേഷ്ഠനാകിയ വജ്രദംഷ്ടൻ മഹാദുഷ്ട നിശാചരൻ എന്തോന്നു നല്ലു ശുക പകരത്തിന് എന്നന്തരവും പാർത്തിരിക്കും വിധവും കുംഭോദ്ഭവനാമഗസ്ത്യൻ ശുകാശ്രമി സംപ്രാപ്തനായൊരു ദിവസം ബലാൽ സംപൂജിതനാമഗസ്ത്യ തപോധനൻ സംബോധനാർത്ഥം നിമന്ത്രിതനാകയാൽ ജ്ഞാനതും കിതേ മുനൗ കുംഭോദ്ഭവേ തഥാ യാതുധനാധിപൻ വജ്രദൃഷ്ടാസുരൻ ചെന്നാനകത്തി രൂപം ധരിച്ചന്തരാ ചൊന്നാൻ ശുവനോടു വന്ദകാസാമ്യതം ഒട്ടുനാളുണ്ട് മാംസം കൂട്ടിയിട്ടുണ്ടിട്ട് മൃഷ്ടമായുണ്ണേണം ഇന്നു നമുക്കടോ ചാകമാംസം വേണമല്ലോ കറിമമ ത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണ സത്തമൻ എന്നളവേ ശുകൻ പത്നിയോടും തഥാ ചൊന്നാനതങ്ങനെ എന്നുള്ള അവളും ചൊന്നാൻ മധ്യേ ശുഖപത്നി വേഷം ധരിച്ചവൾ ചിത്തമോഹം വളർത്തിയതിനാൽ മായയ മധ്യമാംസം വിളമ്പി കൊടുത്തമ്പോട് തത്രൈവ വജ്രദൃഷ്ടൻ മറഞ്ഞിടിനാൽ മധ്യമാംസം കണ്ട് മൈത്രാവരുണിയും ക്രുദ്ധനായി ക്ഷിപ്രം ശുകനെ ശപിച്ചിതു. മർത്യരെ ഭഞ്ജിച്ചു രാക്ഷസനായിനി പൃഥ്വിയിൽ വാഴുക മുത്തപോ വൈഭവാൽ പൃഥ്വിയിൽ വാഴുക മത്തപോൽ വൈഭവാലിത്തം ശപിച്ചതു കേട്ടു ശുകൻ താനും എത്രയും ചിത്രമിതെന്തൊരു കാരണം മാംസോത്സരം ഭുജിക്കണം എനിക്കെന്നു ശാസന ചെയ്തതും മറ്റാരുമല്ലല്ലോ പിന്നെ അതിനു കോപിച്ചു ശപിച്ചതും എന്നുടെ ദുഷ്കരമെന്നേ പറയാവൂ. ചൊല്ലു ചൊല്ലെന്തു പറഞ്ഞു നീ സഖേ നല്ല വൃത്താന്തമിതെന്നോട് ചൊല്ലണം എന്നത് കേട്ടു ശുകനും അഗസ്ത്യനോട് അന്നേരമാശു സത്യം പറഞ്ഞിടിനാൽ മജ്ജനത്തിനെഴുന്നള്ളിയ ശേഷം ഈ ജന്മത്തോടും വീണ്ടും വന്നരുൾ ചെയ്തു. മജ്ജനത്തിനെഴുന്നള്ളിയ ശേഷം ഇതിൽ ജനത്തോട് വീണ്ടും വന്നരുൾ ചെയ്തു. വ്യഞ്ജനം മാംസ സമന്വിതം വേണമെന്നതു കേട്ടതു ചെയ്തതു ഇത്തം ശുഭോക്തികൾ കേട്ടോരഗസ്ത്യനും ചിത്തേ മുഹൂർത്തം വിചാരിച്ചരുളിനാൽ
വൃത്താന്തം കാമ്പുകൊണ്ടു കണ്ടോളം അവരുൾത്താപമൂടരുൾ ചെയ്ത അനഗസ്ത്യനും വഞ്ചിതന്മാരായി വയംവത യാമിനി സഞ്ചാരികളായതു ചെയ്തു നിർണയം. ഞാനും അതിമൂഢനായി ചമഞ്ഞേൻ ബലാൽ ഊനം വരാതെ വിധി തന്മതമെന്നുമേ വിധിയായി വന്നുകൂടാ മമ ഭാഷിതം. സത്യപ്രധാനനല്ലോ നീയുമാകയാൽ നല്ലതു വന്നുകൂടും മേലിൽ നിർണയം. കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയ രാമസീമനി വെച്ചുകൊള്ളും ദൃഢം. രാവണവൃത്തിനായി നീയും വരും ചിരം, കേവലം നീ അവനിഷ്ടനായും വരും. രാഘവൻ വാനരസേനയുമായി ചെന്നോ രാകുലമെന്നിയെ ലങ്കാപുരാന്തികെ. നാലു പുറവും വളഞ്ഞിരിക്കുന്നൊരു കാലം അവസ്ഥ അറിഞ്ഞു വന്നിടുവാൻ. നിന്നെ അയക്കും ദശാനനന്നു നീ ചെന്നു വണങ്ങുക രാമനെ സാദരം. പിന്നെ വിശേഷങ്ങളൊന്നൊഴിയാതെ പോയി ചെന്ന് ദശമുഖൻ തന്നോട് ചൊല്ലുക. രാവണനാത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശു നീ രാക്ഷസഭാവം അശേഷം ഉപേക്ഷിച്ച്. സാക്ഷാൽ ദ്വിജത്വവും വന്നുകൂടും ദൃഢം. ഇത്തമനുഗ്രഹിച്ചു കുലശോദ്ഭവൻ സത്യം തപോധനവാക്യം മനോഹരം. ശ്രീരാമ രാമ ലോകാഭിരാമ രാമ. ശരനായൊരു ശുകൻ പോയ നന്ദനം ഘോരനാം രാവണൻ വാഴുന്നു മന്ദിരേ. വന്നിതു രാവണ മാതാവ് തൻ പിതാകിനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ. സൽക്കാരവും കുശലപ്രശ്നവും ചെയ്ത് രക്ഷോവരനും ഇരുത്തി യഥോചിതം. കൈകസീതാതൻ മതിവാൻ വിനീതമാൻ കൈകകീസി നന്ദനൻ തന്നോടു ചൊല്ലുവൻ ഞാനവ നല്ലതു പിന്നെ നീ എല്ലാം നിനക്കൊത്തവണ്ണം അനുഷ്ഠിക്ക. ദുർനിമിത്തങ്ങളിൽ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു. കണ്ടീലയോ നാശവേതുക്കളായ ദശ കണ്ട പ്രഭോ നീ നിരൂപിക്ക മാനസേ. ദാരുണമായി ഇടിവെട്ടുന്നതിനന്വഹം ചോരയും ചെയ്യുന്ന ദുഷ്ടമായത്രയും ദേവലിംഗങ്ങൾ ഇളകി വിയർക്കുന്നു. ദേവിയാം കാളിയും ഘോരദ്രഷ്ടാന്വതം നോക്കുന്ന ദിക്കിൽ ചിരിക്കുന്നു കാണാകുന്നു. ഗോക്കളിൽ നിന്ന് ഖരങ്ങൾ ജനിക്കുന്നു. മൂഷികൻ മാർജനോട് പിണങ്ങുന്നു. രോഷാന്നകുലനോടവണ്ണമേ പന്നകജാലം ഗരുഡനോടും തഥാ നിന്നെ നിർത്തിയിടാൻ തുടങ്ങുന്നു നിശ്ചയം. മുണ്ടനായറ്റം കരാള വികടനായി നിന്നെ തീർത്തിടാൻ തുടങ്ങുന്നു നിശ്ചയം. മുണ്ടനായറ്റം കരാള വികടനായി വർണ്ണവും പിങ്കലകൃഷ്ണമായി തന്തതം കാലനയുണ്ടു കാണുന്നിതെല്ലാടവും. കാലമാവത്തിനുള്ള ഒന്നിതു നിർണയം. ഇത്തരം തോന്നിമിത്തങ്ങളുണ്ടായതിൽ അത്രയോ ശാന്തിയെ ചെയ്ത് കൊള്ളേണമേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനേതുമേ സംശയമെന്നിയെ സീതയെ കൊണ്ടുപോയി രാമപാതയെ വെച്ച് വന്നിക്ക വൈകാതെ. രാമനാകുന്നത് വിഷ്ണു നാരായണൻ വിദ്വേഷമെല്ലാം ധരിച്ച് ഭജിച്ചുകൊണ്ടുള്ള അദ്വൈനാം പരമാര ആത്മനാമവ്യയം. ശ്രീരാമപാദബോധം കൊണ്ട് സംസാരവാരാനിധിയെ കടക്കുന്നു. യോഗികൾ ഭക്തി കൊണ്ടത്തക്കരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചു കൊള്ളുന്നു. ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ട് ഒട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസ വംശത്തെ രക്ഷിച്ചു കൊള്ളുക. സാക്ഷാൽ മുകുന്ദനെ സേവിച്ചു കൊള്ളുക. സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം പദ്യം നിനക്കിതു ചിന്തിക്ക മാനസേ. സ്വാന്ത്വനപൂർവം ദശമുഖൻ തന്നോട് ശാന്തനാം മാല്യവാൻ വംശരക്ഷാർത്ഥമായി ചൊന്നതു കേട്ടു പറഞ്ഞു ദശമുഖൻ. പിന്നെയും മാല്യവാൻ തന്നോട് ചൊല്ലിനാൻ മനവനായ കൃപണാനാം രാമനെ മാനസേ മാനിപ്പതിനെന്തു കാരണം. മർക്കടാലംബനം നല്ല സാമർത്ഥ്യമെന്ന് ഉൾക്കാമ്പിലോർക്കുന്നവൻ ജലനത്രയും. രാമൻ നിയോഗിക്കയാൽ വന്നി തന്നോട് സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം. നേരത്തെ പോയാലും ഇനി വേണ്ടുന്ന നാൾ ചാരത്തു ചൊല്ലിവിടുന്നുണ്ട് നിർണയം. വൃദ്ധൻ ഭവാനതി സന്നിഗ്ധനാം ഇത്രം ഈ വ്യക്തികൾ കേട്ടാൽ പുറത്തുകൂടാ ദൃഢം.
ഇത്തം പറഞ്ഞ മാത്യന്മാരുമായി ദശഭക്തനും പ്രാസാദമൂർത്തനി കരേറിനാൻ. വാനരസേനയും കണ്ടകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരെ. യുദ്ധത്തിനായ നീചര വീരരെ സത്രം തത്ര വരുത്തി വഴും വാഴും വിധവും രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രിയോട് വിൽ വാങ്ങിനാൻ. 10 കിരീടവും കൈകൾ 20 വൃത്രനോടൊത്ത ശരീരവും ശൗര്യവും 10 കിരീടങ്ങളും കുടയും നിമിഷാധന ഖണ്ഡിച്ച നേരത്തു രാവണൻ താരത്തിറങ്ങി ഭയം കൊണ്ട് ബാണത്തെ നോക്കി ചരിച്ചിടിനാൽ മുഖ്യപ്രമുഖ പ്രവരന്മാരൊക്കവേ വന്നു തൊഴുതോരനന്തരം യുദ്ധമേറ്റിടുവിൻ കോട്ടയിൽ പുക്കടച്ചത്യന്ത വിദ്യാവധിക്കയില്ലത്ര നാം ഭേരീമൃതങ്കടക്കാപണവാൻ നാഗനാരൂണ ഗോമൂഖ്യാദികൾ വാദ്യങ്ങളും വാരണശ്രേഷ്ഠ ഖരഹരി ശാർദൂല ശൈരീപസ്യന്തന മുഖ്യയാനങ്ങളിൽ ഖഡ്ഗശൂലേഷു ചാപപ്രാസക്തോമരം മുഗ്ധകരയറ്റു ശക്തിച്ഛുചിതഗാദികൾ ഹസ്തേ ധരിച്ചുകൊണ്ടത്ത വിദ്യാജപം യുദ്ധസന്നദ്ധരായ യുദ്ധത ബുദ്ധിയോടബ്ധികളദ്രീകൾ ഉർവിയും തക്ഷണം ഉദ്ധുതമായി ദുരത്തിലോകത്തോളം വജ്രഹത്താശയിൽ പുക്കാൻ പ്രഹസ്തനും വജ്രതട്ടണ്ടതാ ദക്ഷിണ ദിക്കിലും ദൃശ്യവനാരിയാമ്യകനാഥണ്ടതാ പശ്ചിമഗോപുരദ്വാരി മുഖേടിനാൽ മിത്രവർഗമാതൃപ്രത്യേകജനത്തോടും ഉത്തരദ്വാരി പുക്കാൻ ദശഭക്തനും നീലനും സേനയും പൂർവ്വദിഗോപുരേ ബാലിതനയനും ദക്ഷിണ ഗോപുരേ വായുതനയനും പശ്ചിമഗോപുരേ മായാമനുഷ്യനാമതിനാരായണൻ മിത്രതനയ സൗമിത്രി വിഭീഷണ മിത്ര സംയുക്തനായ ഉത്തരദിക്കിലും ഇത്തമുറപ്പിച്ചു രാഘവരാവണ യുദ്ധം പ്രവൃത്തമായി വന്നു വിചിത്രമായി 1000 കോടി മഹാകോടികളോടും 1000 അർബുദം 1000 ശംഖങ്ങൾ 1000 പുഷ്പങ്ങൾ 1000 പുഷ്പങ്ങൾ 1000 ലക്ഷങ്ങൾ 1000 ദണ്ഡങ്ങൾ 1000 ധൂളികൾ 1000 തോയാകര പ്രളയങ്ങൾ എന്നിങ്ങനെ സഖ്യകളോടും കലർന്ന കപിബലം ലങ്കാപുരത്തെ വളഞ്ഞാരതിദ്രുതം പൊട്ടിച്ചെടുത്ത പാഷാണങ്ങളെ കൊണ്ടും മുട്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരൂഹം കൊണ്ടും ഉർവീധരം കൊണ്ടും സർവതോലങ്കാപുരം തകർത്തിരിഞ്ഞാൻ കോട്ടമതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ടാട്ട് വിളിച്ച അടുക്കുന്ന നേരം വൃഷ്ടി പോലെ ജലജാലം പൊലിക്കയും വിട്ടുകൊണ്ടറ്റ് പിളർന്നു കിടക്കയും അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർദ്ധചന്ദ്രാകാരമായുള്ള പത്രികൾ ഖഡ്ഗങ്ങൾ ശൂലങ്ങൾ കുന്തങ്ങൾ ഇട്ടികൾ മുഗ്ധരഭക്തികൾ ഭിണ്ടിപാലങ്ങളും തോമരദണ്ഡ മുസലങ്ങൾ മുഷ്ടികൾ ശാമീകരപ്രഭ പൂണ്ട സഗഗ്നികൾ ഉഗ്രങ്ങളായ വജ്രങ്ങൾ ഇവ കൊണ്ടും നിഗ്രഹിച്ചിടിനാൻ നക്തഞ്ചരേന്ദ്രനും ആർത്തിമൃദുദശാസനവർത്തകൾ പേർത്തുമറിവതിനായിച്ചിടിനാൽ ശാർദൂലനാദിയം നത്രീഞ്ചരന്മാരെ രാത്രിയിൽ ചെന്നാരവരും കവികളായി മർക്കടേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചടിച്ചുൾക്കടാക്ഷനെ കൊൽവാൻ തുടങ്ങുമ്പോൾ ആർത്തനാദം കേട്ടു രാഘവനും കരുണാദ്രബുദ്ധിയാ കൊടുത്താൻ അഭയം ദ്രുതം ചെന്നവരും ചുക സാരണരെ പോലെ ചെന്നത് കേട്ടു വിഷാദേ രാവണൻ മന്ത്രിച്ചൂടൻ വിദ്യുജ്ജീവനുമായി ദശകന്ധരൻ മൈഥിലി വാഴുമിടം പുക്കാൻ രാമശിരസും ധനസുമിതന്നുടൻ വാമാക്ഷി മുന്നിലാമാറു വെച്ചിടിനാൻ ആയോധനെ കൊന്നുകൊണ്ടുപോകുന്നേനെന്നു മായയാ നിർമ്മിച്ചു വെച്ചത് കണ്ടപ്പോൾ സത്യമെന്നോത്ത് വിലാപിച്ചു മോഹിച്ചു മുക്താങ്കി വീണ് കിടക്കും ദശാന്തരെ വന്നൊരു ദൂതൻ വിരവോട് രാവണൻ തന്നെയും കൊണ്ടുപോകുന്നിടിനാൻ അന്നേരം വൈദേഹി തന്നോട് ചെന്നാൽ സരമയും ഖേദമശേഷം അകലെ കളകനീ എല്ലാം ചതിയെന്നു തേറിയിടിതൊക്കവേ നല്ലവണ്ണം വരുന്നാലോ നാലുള്ളിലിങ്ങൊരു സംശയം കല്യാണദേവതേ വല്ലവൻ കൊല്ലും ദശാസിനെ നിർണയം ഇത്തം സരമാസരസ്വാക്യം കേട്ട് ചിത്തം തെളിഞ്ഞിരുന്നരുളിടിനാൽ സീതയും മംഗലാദേവത വല്ലഭാജ്ഞാവശാൽ അങ്കദൻ രാവണനോ തന്നോട് ചൊല്ലിനാൽ ഒന്നുകിൽ സീതയെ കൊണ്ടുവന്ന് എന്നുടെ മുന്നിൽ ആ മാറു വെച്ചിടുക വൈകാതെ യുദ്ധത്തിനാശു പുറപ്പെടുകല്ലായിൽ അത്തൽ പൂണ്ടി ഉള്ളിലടച്ചങ്ങിരിക്കലും രാക്ഷസസേനയും ലങ്കാനഗരവും രാക്ഷസരാജനാം നിന്നോടുകൂടവേ സംഹരിച്ചിടുവൻ ബാണമെയ്തുള്ള സിംഹനാദം കേട്ടതില്ലയോ രാവണ ജാനാഥഘോഷവും കേട്ടതില്ലേ ഭവാൻ
നാണം നിനക്കേതുമില്ലയോ മാനസേ? ഇത്തം നിക്ഷേപ വാക്കുകൾ കേട്ടതിൽ ക്രുദ്ധനായ ഒരു രാത്രിയും ജലവീരനും പുത്രതനേനെ കൊൽകുന്ന നക്തന്തിരാധിപന്മാരോട് ചൊല്ലിനാൻ. ചെന്നു വിളിച്ചാൽ നിശാചരവീരനും കൊന്നു ചുരുത്തി എറിഞ്ഞാൽ കവീന്ദ്രനും പിന്നെ പ്രാസാദവും തകർത്തിടിനാനൊന്ന് കുതിച്ചൊന്നു ഉയർന്നു വേഗേനെ പോയി മന്നവൻ തന്നെ തൊഴുത് വൃത്താന്തങ്ങളൊന്നൊഴിയാതെ ഉണർത്തി നാനങ്കതൻ. പിന്നെ സുഷേണൻ കുമുദൻ നളൻ ഗജൻ ധന്യൻ ഗവക്ഷൻ ഗവാക്ഷൻ മരുൾസുതൻ എന്നിവരാദ്യം വാനരവീരന്മാർ ചെന്നു ചുഴന്നു കിടക്കും നിരത്തിനാൽ കല്ലും മലയും മരവും ധരിച്ചാൽ നില്ലുന്നില്ലെന്ന് പറഞ്ഞെടുക്കുന്നേരം ബാണജാപങ്ങളും വാളും പരിചയും പ്രാണവയം വരും വെൺമഴും കുന്തവും ദണ്ഡങ്ങളും മുസലങ്ങൾ ഗതകളും പാലങ്ങളും മുഗ്ധജാലവും ചക്രങ്ങൾ പരിഖങ്ങളും ഇട്ടികൾ സുക്രജ കവചങ്ങളും മറ്റും ഇത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ട് ആയോധനത്തിനടുത്ത ആരരക്കരും വാരണനാഥവും വാജികൾ നാദവും തേരുൾ നാദവും ഞാണലീനാദവും രാക്ഷസരാക്കം നാദങ്ങളും രൂക്ഷതയേറും കവികൾ നിനാദവും തിങ്ങി മുഴങ്ങി പുഴങ്ങി പ്രപഞ്ചവും എങ്ങും ഇടതൂർന്ന് മാറ്റൊലി കൊണ്ടുതേ ജംഭാരി മുമ്പാനിരിമ്പരും കിന്നര കിംപുരുഷോരാഗ മുഖ്യ സംഘവും ഗന്ധർവസിദ്ധ വിദ്യാധരചാരണാൽ അന്തരീക്ഷാന്തരെ സഞ്ചരിക്കും ജനം. നാരദാനാദികളായ മുനികളും ഘോരമായുള്ള യുദ്ധം കൊണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിൽ ആരൂഹ്യ പുഷ്കരാന്തെ നിറഞ്ഞിടിനാൽ ചിത്തേറ്റാനത് നേരം അങ്കദൻ തന്നോടിത് ഇരുന്നു കവീന്ദ്രനും സൂതനെ കൊന്നു തേരും തകർത്താൽ മേഘനാഥവും മറ്റൊരു തേരിലേറിയിടിനാൽ മാരുതി തന്നെ വേൽക്കൊണ്ട് ചാട്ടിയിടിനാൽ ധീരനാകും ജമ്പുമാരി നിശാചരൻ സാരഥി തന്നോടുകൂടുകയും മാരുതി തേരും തകർത്തവനെ കൊന്നലറിനാൽ മിത്രതനയൻ പ്രകത്തനോടെത്തി മിത്രാരിയോട് വിഭീഷണ വീരരും നീനൻ നികുംബനോടേറ്റാൽ തവനനെ കാലപുരത്തിനയറ്റാൽ മഹാഗജൻ ലക്ഷ്മണനേറ്റാൽ വീരൂപാക്ഷനോടതാ ലക്ഷ്മീപതി അംജകുത്തമൻ തന്നോടും ധ്വജാദികൾ 10 പേർ തക്ഷനെ പോട്ടേത് പുക്കാസുരാലയം വാനരന്മാർക്കും ജയം വന്നി അന്നേരം മാനവും മാരുതി തന്നിൽ വീണിരിഞ്ഞാൽ ഇന്ദ്രാത്മജാത്മജനോടൊറ്റ തോറ്റുപോയി ഇന്ദ്രചിത്തം ഭരാന്തേ മറഞ്ഞിരിഞ്ഞാൽ നാഗാദ്രമേത് മോഹിപ്പിച്ചിരൂപത രാഘവന്മാരെയും വാനരന്മാരെയും കവികളെയും നരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചേന് ചെന്നവൻ വെന്നിപ്പെരുമ്പറ കൊട്ടിച്ചു മേളിച്ചു ചെന്നു ലങ്കാപുരം തന്നിൽ മേൽ വീഴില്ല താപസവൃന്ദവും ദേവസമൂഹവും താപം കലർന്നു വിഭീഷണ വീരനും വിഷാദേന ദുഃഖവിഷണ്ണമായി മോഹിതന്മാരായി മരുവും ദശാന്തരെ സപ്തദീപങ്ങളും സപ്താർണവങ്ങളും സപ്തജാലങ്ങളും ഉത്ക്ഷോഭമാമണ്ണം സപ്താശകോടി തേജോമയനായി വർണ്ണാദ്രി പോലെ പവനനാശനാശനൻ അബ്ദിദോയം സ്വക്ഷയും ഗോമൂർധദൂത ലോകത്രയത്തോളം വിദ്രുതം നാഗായാമപാദം മറങ്ങേറിനാൽ നാഗാത്രബന്ധനം തീർന്നിതു തൽക്ഷണയാകാമൃഗങ്ങളും അത്ര നിർമുക്തരായി ശോകവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൽ ഭക്തപ്രിയൻ മുത ഭക്തിപ്രവരന് മധ്യ സമ്മോദം അനുഗ്രഹം നൽകിനാൽ ഊപ്പിത്തൊഴുതനുവാദവും കൈക്കൊണ്ടു മേൽപോട്ട് പോയി മറഞ്ഞിരിനാൽ തക്ഷനും മുന്നേ തരും ബലവീര്യവേഗങ്ങൾ പുല്ലുന്നതമാരം കവിവരന്മാരെല്ലാം മന്നവൻ തന്നെ യോഗേനെ മരങ്ങളും കുന്നും ചിലയും എടുത്തെറിഞ്ഞിരിഞ്ഞാൽ വന്ന ശത്രുക്കളെ കൊന്നു മമാത്മജൻ മന്ദിരം പൊക്കിരുന്നതിൽ പുന്നമേ ഒന്നാര വരുമിങ്ങെന്നൊരു വിസ്മയം നന്നത്രയുമെന്നേ പറയാവൂ. ചെന്നറിഞ്ഞിരു വിരന്തോരു കോഷം ഇരുന്നു ദശാനനൻ ചെന്നാരനന്തരം ചെന്നു ദൂരന്മാരെ അറിഞ്ഞു ദശാനനൻ തന്നോട് ചൊല്ലിനാൽ വൃത്താന്തമൊക്കമേ വീര്യബല വേഗവിക്രമം കൈക്കൊണ്ട സൂര്യാത്മജാതികളായ കവികുലം ഹസ്തങ്ങൾ തോറുമലതാവും കൈക്കൊണ്ട് ഭിന്നിത്തങ്ങമാങ്കത്തിൻ്റെ നിൽക്കുന്നോർ നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടും കാണുകില്ലെങ്കിലൊന്നോർത്തു പറയുകയും കേട്ടതിലെ പോവാനെന്ന വഞ്ചുന്നതും കേട്ടു ദശാസനും കൂവേന ചൊല്ലിനാൽ മാനവന്മാരെയും ഏറെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിയിരുവാൻ പോകധൂമ്രാക്ഷൻ പടയോടുകൂടെ വേഗേന യുദ്ധം ജയിച്ചു വരിക നീ ഇത്തമനുഗ്രഹം ചെയ്ത അയച്ചാനതിൽ ക്രുദ്ധരാം ധൂമ്രാക്ഷനും നടന്നിടിനാൽ ഉച്ചസ്ഥരമായ വാദ്യഘോഷത്തോടും പശ്ചിമ ഗോപുരത്തോടെ പുറപ്പെട്ടാൻ മാരുതിയോടെ തർത്താൻ അവനും ചെന്ന ദാരുണമായത് യുദ്ധവും എത്രയും വേലദീവൻ മെഴുകുന്നം ശരാസനം ശൂലം മുസലം പരിക ഗദാദികൾ കൈക്കൊണ്ടുവാരണവാജീരങ്ങളിൽ ഉൾക്കാരത്തോടെ അലറിയാത്ത സവീരനും കല്ലും മരവും മലയുമായി പർവ്വതം
തുല്യ ശരീരികളായ കവികളും തങ്ങളിലേറ്റു പെരുതു മരിച്ചതെന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മഹാവീരന്മാർ മരിച്ചിതട്ടങ്ങുമിങ്ങും മഹാവീരരായുള്ളവർ ചോരയുമാറായ ഒഴുകി വല വഴി പ്രവലനങ്ങാരുതി ദക്ഷിണേ ഉന്നതമായ ഒരു കുന്നിൻകൂടി തന്നെ അടർത്തി എടുത്തൊന്നെറിഞ്ഞതിനാൽ തേരിൽ നാശുലതയും എടുത്തുടൻ ബാലിരാമാർ ധൂമ്രാക്ഷനും ചാടിനാൽ തേരും കുതിരകളും പൊടിയായതു മാരുതിക്കുള്ളിൽ വർദ്ധിച്ചതു കോപവും രാത്രിഞ്ചരയെ ഒടുക്കിത്തുടങ്ങിനാൻ ആദ്യം മുഴുത്തത് കണ്ടു ധൂമ്രാക്ഷനും മാരുതിയെ കഥ കൊണ്ടടിച്ചതിനാകുലമെന്നീ ഭാരം വളർന്നൊരു കോപവിവശനായി മാരുതി രണ്ടാമതെന്നറിഞ്ഞതിനാൽ ധൂമ്രാക്ഷനേറുകൊണ്ടും പുരത്തിങ്കലാമാർന്നു സൂചിച്ചു വാണിയതിനാൽ ശേഷിച്ച രാക്ഷസർ കോട്ടയിൽ പൊക്കിയതു ഓടിച്ചിരങ്കനമാർ വിലാപങ്ങളും വൃത്താന്തമാകുന്നത് കേട്ടു ദശാസ്യനും ചിത്തതാപത്തോട് പിന്നെയും ചൊല്ലിനാൽ വജ്രകർത്താതി പ്രബലൻ മഹാബലൻ ശ്രീരാമ രാമ രാമ വജ്രഷ്ടൻ തന്നെ പോക യുദ്ധത്തിനായി മനുഷ്യവാനന്മാരെ ജയിച്ചവി അഭിമാനകൃത്യവതിനാൽ ദക്ഷിണ ഗോപുരത്തോടെ പുറപ്പെട്ടു രക്താത്മജന്മാനോട് അതിർത്തിയിടിനാൽ ദുർനിവൃത്തങ്ങളുണ്ടായതാനാ വൃത്യജന്മ കവികളോടേറ്റു മഹാബലൻ വൃക്ഷശിലാശൈല വൃത്തി കൊണ്ടേറ്റവും രക്ഷോപരന്മാർ ലഭിച്ചു മഹാരാജനെ ഖഡ്ഗശാസ്ത്രാസ്ത്രശക്തിയാദികളേറ്റവും മക്കളന്മാരും മരിച്ച രസൗഖ്യമായി പത്തംഗയുക്തമായുള്ളവരും ബലശക്തന്മാരെ മാർക്കു നഷ്ടമായി വന്നിരു രക്തനദികൾ ഒലിപ്പിച്ചു വല വഴി നൃത്തം തുടങ്ങി കമന്തങ്ങളും ബലാൽ താരേയനും വജ്രകട്ടനും തങ്ങളിൽ ഘോരമായേറ്റം പിണങ്ങി നിൽക്കും വിധവോ വാളും പറിച്ചുടൻ വജ്രനഷ്ടങ്ങള നാളം മുറിച്ചരച്ച് ഇരിഞ്ഞാനങ്കതൻ കഥ കേട്ടാൽ നക്തഞ്ചരാധിപൻ ഉൾക്കരുത്തേറുമകമ്പനൻ തന്നെയും അൻപോട് പൻപടയോടുമായി സ്ഥാനത്ത് നേരം കമ്പമുണ്ടായതു വേദനിക്കന്നേരം ദൃശ്യവനാരിപ്രവരനാകാമ്പലൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടാൽ വായുധനേനോടേറ്റവനും നിജകായം വെളിഞ്ഞു കാലാലയം മെവിനാൽ മാരുതിയെ തുതിച്ചു മഹാലോകനും പാരം ഭയം പെരുത്തു ദശകണ്ഠനും സഞ്ചരിച്ചാൽ നിജരാഷ്ട്രസേനയിൽ സഞ്ചരിച്ചാൽ കഥ കേട്ടാൽ നക്തഞ്ചരാധിപനും കരുത്തേറും അകമ്പനൻ തന്നെയും വൻപടയോടുമയറ്റാനത് നേരം കമ്പമുണ്ടായത് മേദിനിക്കാൻ നേരം ദൃശ്യവനാരി പ്രവരൻ അകമ്പനൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടാൽ വായുധനേനോടേറ്റവനും നിജകായം വെളിഞ്ഞു കലാലയം മേവിനാൽ മാരുതിയെ തുതിച്ചു മഹാലോകരും പാരമ്പയം പെരുത്തു ദശകണ്ഠനും സഞ്ചരിച്ചാൽ നിജരാക്ഷസേനയിൽ പഞ്ചദ്വയാസ്യനും കണ്ടാനത് നേരം രാമേശ്വരത്തോട് സേതുവിന്മേലുമാ രാമദേശം തുവേലോപരി വാനരസേന പരന്നതും കോട്ടകൾ ഊനമായി വന്നതും കണ്ടോരനന്തരം ഋഷിപ്രംപ്രകത്തനെ കൊണ്ടുവരികെന്ന് കൽപ്പിച്ച നേരം അവൻ വന്നു ഊപ്പിനാൾ നീ അറിഞ്ഞില്ലയോ വൃത്താന്തമൊക്കവേ നായകന്മാർ പടയ്ക്കാരുമില്ലായികയോ ചെല്ലുന്ന രാക്ഷസവീരനെ കൊല്ലുന്നതും കണ്ടിരിക്കയില്ലിങ്ങു നാം ഞാനോ ഭവാനോ കനിഷ്ഠനോ പോർ ചെയ്ത് മനുഷ്യവാനന്മാരെ ഒടുക്കുവാൻ പോകുന്നതാരെന്ന് ചൊൽകുന്നു കേട്ടവർ പോകുന്നതെന്നു ഞാനെന്നു കൈകൂപ്പിനാൽ തന്നെ മന്ത്രികൾ 4 പേരുള്ളവർ ചെന്നു 4 അംഗപ്പളയും വരുത്തിനാൽ 4 നിരങ്കയിൽ പടയ്ക്കെല്ലാം അലംബനമാം പ്രകത്തൻ മഹാരഥൻ കുംഭകനും മഹാനാഥനും ദുർമുഖൻ ജമ്പാലി വൈദ്യം വീരൻ സമുന്നതൻ ഇങ്ങനെയുള്ള ഒരു മന്ത്രികൾ 4 പേരും തിങ്ങിനെ വൻപടയോടും നടന്നിത് ദുർനിമിത്തങ്ങളുണ്ടായതു കണ്ടവർ തന്നകതാതിൽ വിറച്ചു സന്നദ്ധനായി പൂർവപുരദ്വാരദേശേ പുറപ്പെട്ടു പാവകപുത്രനോടേറ്റോരനന്തരം മർക്കടന്മാർ ചില വൃക്ഷാചലം കൊണ്ട് രക്ഷോഗണത്തെ ഒടുക്കി തുടങ്ങിനാൽ ചക്രഖണ്ഡപ്രാസക്തി ശാസ്ത്രാസ്ത്രങ്ങൾ മർക്കടന്മാർക്കുമേറ്റൊക്കെ മരിക്കുന്നു ഹസ്തിവരന്മാരും അശ്വങ്ങളും ചത്തു രക്തം നദികളായൊക്കെ ഒലിക്കുന്നു അംബോജ സംഭവം ധനഞ്ജയമ്പവൻ കുംഭകനുവിനെയും ദുർമുഖനെയും കൊന്നു മഹാനാഥനെയും തമുന്നതൻ തന്നെയും പിന്നെ പ്രകത്തൻ മഹാരഥൻ നീരനോടറ്റൻ ദ്വന്ദ്വയുദ്ധം ചെയ്ത് കാലമൊലിക്കു ഇരുന്നരുളിയിടിനാൽ സേനാപതിയെയും പടയും മരിച്ചത് മാനിയാം രാവണൻ കേട്ടു കോപാന്തനായി ആരെയും പോരിന്നയക്കുന്നതില്ലിനി നേരെ പൊരുതു ജയിക്കുന്നതുണ്ടല്ലോ നമ്മോടു കൂടെയുള്ളവർക്ക് പോന്നിടുക നമ്മുടെ നേരം വരുത്തുകെന്നാലവൻ വെൺമതി പോലെ കുടയും പിടിപ്പിച്ച് പൊന്മായമായ ഒരു തേരിൽ കരേറിനാൽ ആൽവട്ടങ്ങളും വെഞ്ചാമരങ്ങളും നീലത്തലകളും മുത്തുക്കുടകളും 1000 വാജികളെ കൊണ്ട് കൂട്ടിയ വായു വേഗം പൂണ്ട തേരിൽ കരയേറി
ശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ, കാരങ്ങളാദിയാമാഭരണങ്ങളും 10 മുഖങ്ങളും 20 കൈകളും, വൃത്തങ്ങളിൽ ചാപബാണായുധങ്ങളും, നീലാദ്രി പോലെ നിശാചരനാകയാൽ കോലാഹലത്തോടുകൂടെ പുറപ്പെട്ട ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഗീതം പുറപ്പെട്ടോരോ. അനന്തരം മക്കളും മന്ത്രികൾ, തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും മുഖ്യമാം ഗോപുരത്തോടെ ദിനത്തിലെ വിഗ്രഹമേറിയ നക്തഞ്ചരന്മാരെയൊക്കെ പുരോഭൂമി കണ്ടു. രഘുവരൻ മന്ദസ്മിതം നേത്രം മന്ദം വിഭീഷണൻ തന്നോടൽ ചെയ്തു, നല്ല വീരന്മാർ വരുന്നതു കാണടോ, ചൊല്ലണമെന്നോട് ഇവരെ യഥാഗുണമെന്നത് കേട്ട് വിഭീഷണൻ രാഘവൻ തന്നോട് മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൽ, ബാണജാപത്തോട് ബാലകാന്തി പൂണ്ടാന കഴുത്തിൽ വരുന്നത് അകമ്പനൻ, സിംഹധ്വജം പുണ്ടതിൽ കരേറി സിംഹപരാക്രമൻ ബാണജാപത്തോടും വന്നവ ഇന്ദ്രജിത്താകിയ രാവണനന്ദനൻ തമ്മേ മുന്നം ജയിച്ചാനവൻ. ആയോധനത്തിന് ബാണജാപങ്ങൾ പൂണ്ടായാതമായതിൽ കരയേറി കായം വളർന്ന് വിഭൂഷണം പൂണ്ടതിൽ കായം വരുന്നത് രാവണൻ തന്മകൻ. പൊന്നണിഞ്ഞാന കഴുത്തിൽ വരുന്നവൻ ഉന്നതനേറ്റം മഹാരഥൻ മന്നവൻ. വാജിമേലേറി പരികം തിരിപ്പവൻ രാജി സുരേന്ദ്രൻ വിശാലൻ നരാന്തകൻ. വെള്ളരൂതിൽ മുകളേറി ത്രിശൂലവും തുള്ളിച്ചിരിക്കുന്നതന്ത്രിശിരസല്ലോ. രാവണൻ തന്മകൻ മറ്റേതിനങ്ങിയത് വേദാന്തങ്ങൾ തേൽ വന്നതു മന്നവ. കുംഭകർണാത്മനൻ കുംഭനാങ്ങാതവൻ തമ്പി കുംഭൻ പരികായുധനല്ലോ. ദേവകുലാന്തകനാകിയ രാവണനെ ഏവരോടും നമ്മെ രാവണൻ പുറപ്പെട്ടു. ദേവകുലാന്തിയനായ രാവണൻ അവരോടും നമ്മെ വെൽവാൻ പുറപ്പെട്ടു. ഇന്തം വിഭീഷണൻ ചെന്നത് കേട്ടതിനുത്തരം രാഘവൻ താനും അരുൾ ചെയ്തു, യുദ്ധദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവാൻ ഇന്ന് ഞാൻ എന്നരുളി ചെയ്ത് നിന്നരുൾ നേരം വന്ന പടയോടും ചൊന്നാം ദശാസനും. എല്ലാവരും നാം ഒഴിച്ചു വന്നാൽ അവർ ചെല്ലും അകത്തു കടന്നോ ഒരു ഭാഗമേ പാർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തുകൊള്ളുവിൻ നിങ്ങൾ ചെന്നു ലങ്കാപുരം. യുദ്ധത്തിന് ഞാൻ പോരും ഇവരോട് ശക്തിയില്ലായ്കയും ഇല്ലിരുന്നേതുമേ. ഏവം നിയോഗിച്ച നേരം നിശാചരൻ ഏവരും ചെന്നു ലങ്കാപുരം മേവിനാൽ വൃന്ദാരകാരാതി രാവണൻ വാനര വൃന്ദത്തെ ചെയ്തു തള്ളിവിട്ടിയതിനാൽ വാനവേന്ദ്രന്മാർ അഭയം തരികന്നു. വാനവേന്ദ്രൻ കൽക്കൽ വീണ ഇരന്നിടിനാൽ വീണ്ടും ശരങ്ങളും ആശു കൈക്കൊണ്ട് കൗസല്യാതനേനും പോരിനൊരുമിച്ചാർ. പമ്പനായുള്ള ഇവരോട് പോരിന് മുമ്പിൽ അടിയൻ അനുഗ്രഹം നൽകണം എന്നോ നേടിനാൽ മന്നവണ്ടാനും അരുൾ ചെയ്ത നേരം വൃത്രാരിയും പോലും വിസ്തൃതനായി വരും. നക്തഞ്ചരേന്ദ്രനോടേറ്റാൽ അറിയ നീ മായയും ഉണ്ടു നിശാചരർക്ക് ഏറ്റവും ന്യായവുമില്ല ഇവർക്കാർക്കും ഒരിക്കലും. ചന്ദ്രചൂടപ്രിയനാകയും ഉണ്ടവൻ ചന്ദ്രഹാസാംഗ്യമാം വാളുമുണ്ടായുധം എല്ലാം നിരൂപിച്ചു ചിത്തമുറപ്പിച്ചു ചെല്ലേണമല്ലോ. കലാഹത്തിനെല്ലാം ശിക്ഷിച്ചരുൾ ചെയ്ത ചോരനന്ദനം ശിക്ഷിച്ചരുൾ ചെയ്ത ചോരനന്ദനം ലക്ഷ്മണൻ തൊഴിലാച്ചു പിൻവാങ്ങിനാൽ ജാനകി ചോരനെ കൊണ്ടൊരു നേരത്ത് വാനരനായകനാകിയ മാരുതി തീർത്ഥടന്തനിൽ കുതിച്ചു വീഴിനാനാത്തനായി വന്നു നിശാചരനാഥനും തെറ്റിനകത്തങ്ങളിൽ മോങ്ങിപ്പറഞ്ഞാലും രക്ഷോവരനോട് ഭാരതപുത്രനും നിർജ്ജനന്മാരെയും താപസന്മാരെയും നിർജ്ജനങ്ങളുമായുള്ള മറ്റുള്ള ജനത്തെയും നിത്യം ഉപദ്രവിക്കുന്നതിനൊക്കെ വന്നെത്തും ആപത്തു കവികുലോത്തലാണോ. നിന്നെ അടിച്ചു കൊല്ലുവാൻ വന്നു എന്നെ അടിച്ചു കൊല്ലുവാൻ വന്നു നിൽക്കുന്നവരെന്നെ അടിച്ചു കൊള്ളുവീരനാകിൽ നീ. വിക്രമമേറിയ എന്നയുടെ പുത്രനാ മറ്റകുമാരനെ കൊന്നതു ഞാനടോ എന്നോ പറഞ്ഞൊന്നടിച്ചാൻ കവീന്ദ്രനും നന്നായി വിറച്ചു വീണാൽ ദശകണ്ഠനും പിന്നെ ഉണർന്നു ചൊന്നാൻ ഇവിടേക്കുന്നു. വന്ന കവികളിൽ നല്ലോ ഭവാൻ നന്മയുണ്ടായതന്നിക്കുന്ന ഇതുകൊണ്ട് നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവനും വൃത്തി വരാതെ ജീവിപ്പവരില്ലല്ലോ വൃത്തി വന്നിയ നിനക്കതുകൊണ്ടു ഞാൻ എത്രയും ദുർബലനെന്ന് വന്നു നമുക്കിട്ടി നേരം ഇരുന്നും പൊരുതീരണം എന്ന നേരത്തൊന്നടിച്ചാൽ ദശാനനൻ പിന്നെ മോഹിച്ച് വീണാൽ കവിശ്രേഷ്ഠനും നീലൻ അന്നേരം കൃതി കൊണ്ട് രാവണക്കു പിന്നെ മോഹിച്ച് വീണാൽ കവിശ്രേഷ്ഠനും നീലൻ അന്നേരം കുതി കൊണ്ടു രാവണന്മേലെ ഹരറി കീഴങ്ങൾ 10ലും വിദ്യുതന്മേലും കൊടിമരത്തിന്മേലും ഉല്ലാസമോടും കിടങ്ങൾ 10ലും ചാടിക്രമേണ നൃത്തം തുടങ്ങിയതിനാൽ പാടിത്തുടങ്ങിയ നാരദനും തഥാ പാപഗാത്രം കൊണ്ട് പാവകപുത്രനെ രാവണനെ ചെയ്തുടൻ തള്ളിവിട്ടിടിനാൽ തക്ഷണെ കോപിച്ച് ലക്ഷ്മണൻ വേഗേനെ രക്ഷോവരനെ ചെറുത്താനത് നേരം ബാണഗണത്തെ വർഷിച്ചാൽ ഇരുവരും
കാണരുതാത്ത ചമഞ്ഞത് പോർക്കളും വില്ലും മുറിച്ചു കളഞ്ഞത് ലക്ഷ്മണനും മുഴുത്തു നിന്ന ശശകണ്ഠനും പിന്നെ മയം കൊടുത്തോ ഒരു വെൽത്തവും ഇത് തന്നെ മുന്നിൽ മാറ് ചാട്ടിയിടിഞ്ഞാൽ അസ്ത്രങ്ങൾ കൊണ്ട് തടുക്കലാഞ്ഞു സൗമിത്രയും വ്യക്തിയേറ്റാശുവിനീടിഞ്ഞാൽ ആടലോടായി വരൂ കുമാരനെ ചെന്നെടുത്ത് ഇടുവാനാശു ഭാവിച്ചു ദശാനനൻ അടലായി വീണകുമാരനെ ചെന്നെടുത്ത് ഇടുവാനാശു ഭാവിച്ചു ദശാനനൻ കൈലാസൈലമെടുത്ത ദശാസനു ബാലശരീരം വിളക്കരുതാഞ്ഞതു രാഘവൻ തന്നെ ഗൗരവത്തിൽ ലാഘവം പൂണ്ടി രാവണവീരനും കണ്ടു നിൽക്കുന്ന ഒരു മാരതപുത്രൻ വണ്ടി അണഞ്ഞടിച്ചാൽ ദശാസനെ ചോര്യം ഛർദ്ദിച്ചു തെരു വീണാനവൻ മാരുതിരാനും കുമാരനെ തട്ടനെ പുഷ്കർ സമ്മാനം എടുത്തുകൊണ്ടാതരാൻ ചിൽപുരുഷൻ മുമ്പിൽ വെച്ചു വണങ്ങിനാൽ മാറു പിരിഞ്ഞു ദശമുഖൻ കയ്യിലാ മാറു പൂക്കൂല മയദത്തമാം ശക്തിയും ത്രൈലോക്യ നായകനാകിയ രാമനും പൗരത്യനോട് യുദ്ധം ചെയ്തു തുടങ്ങിയതിനാൽ ശക്തവാഹന്മാർ വർണ്ണിച്ചു ചൊല്ലിനാൽ ഭക്തിമുഖനോട് യുദ്ധത്തിന് എന്നുടെ കണ്ടമേറിയ കൊണ്ടു നിന്നരുളിക്കൊള്ളുക കൊണ്ടത് എന്നീ കൊള്ളുക നിശാസനെ മാറി ചെന്നത് കേട്ടു ഉത്തമനാരുതൻ കണ്ട ദേശ വിളങ്ങിനാൻ ചെന്നാൽ ദശാനൻ തന്നുടെ രാഘവൻ നിന്നെ എടുത്ത് കണ്ണൻ കൊതിച്ചെങ്കിലും ഇന്നതിനാശു യോഗം വന്നിതാകെ നിന്നെയും നിന്നോട് കൂടെ വന്നാരേയും കൊന്നും ജഗത്രയം പാലിച്ചു കൊള്ളണം പാലിച്ചു കൊള്ളണം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ 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 ശ്രീരാമ രാമ രാമ. എന്നുടെ മുമ്പിൽ അരച്ചണം നില്ലു നീ എന്നൊരു ചെയ്ത് ശാസ്ത്രാസ്ത്രങ്ങൾ തൂകിനാൻ ഒന്നിനൊന്നൊപ്പമായതാൽ ദശഭക്തനും ഘോരമായി വന്നിതുപോലും അന്നേരത്ത് വാരാനിധി വിളകി മറിയുന്നു മാരി തന്നെയും ഇത് മുറിച്ചിതു ശൂരനായ ഒരു നിശാചര നായകൻ ശ്രീരാമദേവനും കോപം മുഴുത്തതിൽ ധീരത കൈക്കൊണ്ടെടുത്തൊരു സായകം രക്ഷോവരരുടെ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാൽ അതിദ്രുതം ആലസ്യമായത് പണമേറ്റം നേരം പൗരസ്ത്യചാപവും എഴുതുകൂതനെ രക്തഞ്ചരാധിപനായ ദശാസ്യന് ശക്തിക്ഷയം കണ്ടു സത്വരം രാഘവന്തേരും കൊടിയും കുടയും കുതിരയും ചാരുകിരീടങ്ങളും കളഞ്ഞിടിനാൽ സാരഥി തന്നെയും കൊന്നു കളഞ്ഞളവാരുടെ താപന നിന്നു ദശാസ്യനും രാമനും രാവണൻ തന്നോട് ചെയ്ത നാമയം ഭാരം നിനക്കൊണ്ടു മനസ്സേ പോയാലും ഇന്ന് ഭയപ്പെടാകിയതുമേ നീ നീലങ്കയിൽ ചെന്നങ്ങിരുന്നാലും ആയുധവാഹനത്തോടൊരും പെട്ടുകൊണ്ട് ആയോധനത്തിന് നാളെ വരേണം നീ. കാകുൽത്ത വാക്കുകൾ കേട്ട് ഭയപ്പെട്ടു വേഗത്തിൽ അങ്ങ് നടന്നു ദശാനനൻ. രാഘവശാസ്ത്രം തുടർന്നുണ്ടെന്നൊരാകുലം കൊണ്ടു തിരിഞ്ഞു നോക്കി തുലവും വേവതു കാത്രനായി മന്ദിരം പ്രാപിച്ചു താപമുണ്ടായത് ചിന്തിച്ചു മേവിനാൽ മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനരരാജനാമർക്കാത്മജനെയും രാവണ ബാണവിധാരജന്മാരായ പാവകപുത്രാദിവാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ട് രക്ഷിച്ചു തന്നോട് സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിനാൽ രാത്രി ജലേന്ദ്രൻ നിത്യജനത്തോട് പ്രത്തും നിറജാത്തികളൊത്തു ചൊല്ലിയിടിനാൽ നമ്മുടെ വിജയബലങ്ങളും കീർത്തിയും നന്മയും അർത്ഥപുരുഷകാരാദിയും നഷ്ടമായി വന്നു തുടങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കാകണം നിശ്ചയം വേദാവുതാനും അനാരണ്യ പൂവനും ദേവമതിയും മഹാനദികേശനും രമ്പയും പിന്നെ നളകും പരാതിയും ജമ്പാരിമുമ്പാന്തിരിമ്പവരന്മാരും കുംഭോത്ഭവാദികളായ മുനികളും ചൊമ്പു പ്രണയിനിയാകിയ ദേവിയും പുഷ്ടതപോബലം കൊണ്ട് പാതിവൃത്യനിഷ്ഠയോടെ മരുവുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപവചസ്വാമിന്റെയായി വന്നുകൂടാ എന്ന് നിർണയം ചിന്തിച്ചു കാൺമിൻ. നമുക്കിനിയും പുനരെന്തോന്നു നല്ലു ജയിച്ചു കൊള്ളുവാനഹോ കാലാരിതുല്യനാകും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി. 6 മാസം കഴിഞ്ഞങ്ങ് ഉണർന്നീടുവിൽ മാറില്ല മുന്നമർ ഉറങ്ങിയിട്ട് അവനും ഇന്ന് 6 മാസം കഴിഞ്ഞ് നീ ഉണർന്നീടും മാറില്ല മുന്നമുറങ്ങിയിട്ട് അവനും ഇന്ന് 9 നാളെ കഴിഞ്ഞുള്ളതു നിങ്ങൾ അൻപോടുണർത്തുവിൻ വല്ല പ്രകാരവും. രാക്ഷസരാജനിയോഗന ചെന്നോര രാക്ഷസരെല്ലാം വരും പെട്ടുണർത്തുവാൻ ആനകതുന്തു വിമുഖ്യവാദ്യങ്ങളും ആന തേർ കാല കുതിരപ്പടകളും കുംഭകർണോരതിപാഞ്ഞുമാത്തും ജഗൽ കമ്പം വരുത്തിനാലെന്തൊന്നു വിസ്മയം. കുംഭസഹസ്രം ജലം ചൊരിഞ്ഞിരിഞ്ഞാൽ കുംഭകർണ ശ്രവണാന്തരെ പിന്നെയും കുംഭീവരന്മാരെ കൊണ്ടു നാസാരന്ധ്രം സംഭൂതരോമം പിടിച്ചു വലിപ്പിച്ചു തുമ്പിക്കര മറ്റലറിയും ആനകൾ ജമ്പാജി വൈരിക്ക് കമ്പമില്ലേതുമേൽ
ദുംഭാസന്മാരംഭമോടും ഉണർന്നിതു സംഭ്രമിച്ചോടി നാരാശര വീരരും കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോജ്യമന്നവും ഒന്നുപോലെ കണ്ടൊരുമ്പം വലർന്നെഴുന്നേറ്റു ഇരുന്നേടിനാൽ ക്രവ്യങ്ങളാദിയെ മറ്റുപജീവനമെല്ലാം പുരിച്ചാനന്ദചിത്തനായി ശുദ്ധാലമനവും ചെയ്തിരിക്കും വിധവും പ്രത്യജനങ്ങളും വന്നു വണങ്ങിനാൽ കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ട് ഭക്തി കണ്ടാനുജൻ എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം നിർത്തു വരുവെന്നിങ്ങനെ ചൊല്ലിപ്പുറപ്പെട്ട നേരം ഹോരതൻ മെല്ലെ തൊഴുതു പറഞ്ഞാൻ അതു നേരം ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി വാട്ടം വരാതെ പൊയ്ക്കൊള്ളുക നല്ലത് ഏവം ചെന്നത് കേട്ടവൻ്റെ അവൻ തന്നെയും ചെന്നു വണങ്ങിനാൽ ഗാഠമായ ആലിംഗനം ചെയ്തിരുത്തിനാൻ ഉടമോദം ചെയ്ത സോദരൻ തന്നെയും ചിറ്റേ ധരിച്ചതില്ലോർക്ക നീ കാര്യങ്ങൾ വൃത്താന്തമെന്ന് എങ്കിലോ കേട്ടാലും ഇന്നടോ സോദരി തന്നെയുടെ നാസാപുരങ്ങളെ ഛേദിച്ചു നിന്നു ഞാൻ ജാനകി ദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരാകിയ കാന്ധാരാസ്മൃതി കൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കണ്ടാരാമസീമനി കൊണ്ട് അങ്ങ് വെച്ചിടിഞ്ഞാൽ വാരിതിയിൽ ചിറകെട്ടിക്കിടന്നവൻ പോരിന് വാനരസേനയുമായി വന്ന് കൊന്നാൻ മൃഗത്താദികളെ പലരെയും എന്നുവേയും ഇത് മുറിച്ചാൽ ജലശ്രമം കൊല്ലാതെ കൊന്നയച്ചാൽ അത് കാരണമല്ലൽ മുഴുത്ത് ഞാൻ നിന്നെ ഉണർത്തിച്ചേൻ മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളേണമേ എന്നത് കേട്ടു ചൊന്നാൻ കുംഭകർണനും വന്നു അത്രയും നല്ലതേ നല്ലുകേൾ നല്ലതും തീയും താനറിയാതവൻ നല്ലതറിഞ്ഞു ചെല്ലുന്നവർ ചൊല്ലും നല്ലവണ്ണം കേട്ടു കുൽകിരുന്നതെല്ലാവർക്കും ഉണ്ടോ നല്ലതുണ്ടാകുന്നു സീതേരാമന് നൽകുകയെന്നിങ്ങനെ സോദരൻ ചൊന്നാൽ അതിന് കോപിച്ചു നീ ആട്ടിക്കളഞ്ഞത് നന്നു നോത്തു നാട്ടിൽ രാശി വാങ്ങി ഗുണമൊക്കവേ നല്ലവണ്ണം വരും കാലമല്ലെന്നും ചൊല്ലാം അതുകൊണ്ട് അതും കുറ്റമല്ലടോ നല്ലതൊരുത്തരാലും വരുത്താവതല്ല വരുത്തുമാവത്തണയുന്ന നാൾ കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ പാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും അർത്ഥപുരുഷാകാരാതിഭേദങ്ങളും 4 പായങ്ങളും 6 നയനങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ച് പത്യം പറയും ആ മത്യനുണ്ടെങ്കിലോ ഭക്തസൗഖ്യം വരും കൃത്യം വർദ്ധിക്കും ഇങ്ങനെയുള്ള മത്യധർമ്മം വെടിഞ്ഞങ്ങനെ രാജാ വിനിഷ്ടമിഷ്ടമിരുന്നാലതും കർണസുഖം വരുമാറ് പറഞ്ഞുകൊണ്ടന്മുഖമാത്മാഭിമാനം ഭാവിച്ചു മൂലവിനാശം വരുമാറ് നിത്യവും ഉടനായുള്ളവരമാർത്ത് ജനങ്ങളിൽ നല്ലത് പോകണമെന്ന് ചൊല്ലുമ്പോൾ അല്ലൽ വിഷമുണ്ടവർക്കെന്നില്ലയല്ലോ മൂഢരാമന്ത്രികൾ ചൊല്ലു കേട്ടിടുകയും നാടും ആയുസ്സും കുലവും നശിച്ചു പോവും നാദവേദം കേട്ടും മോഹിച്ചു ചെന്നു നാദഭേദം കേട്ട് മോഹിച്ചു ചെന്നു ചേർന്ന അതിമുഴുത്തു മരിക്കും മൃഗകുലം അഗ്നിയെ കണ്ട് മോഹിച്ചു ജലപങ്ങൾ അഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു മത്സ്യങ്ങളിൽ രസത്തെങ്കിൽ മോഹിച്ചു ചെന്നത്തൽപ്പെടുത്തു വിളിശം ഗ്രഹിക്കയാൽ ആഗ്രഹമൊന്നിങ്കലേറിയാൽ ആപത്ത് പോകുവാനാവതല്ലാതെ വണ്ണം വരും നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനും മൂലനാശം വരുത്തുവാനായല്ലോ ജാനകി തന്നിലാരാശയുണ്ടായതും ഞാനറിയാതല്ലോ രാത്രിയിന്ദ്രാധിപാന്റെ ഞങ്ങൾക്ക് വശം ഞായിരിപ്പവനെന്നും ആപത്തൊഴിഞ്ഞില്ലെന്ന് നിർണയം ഗ്രാമം ജയിക്കു ഇരിക്കുന്നവനൊന്നുകൊണ്ടും വരാനൂനമാപത്തുകൾ നല്ലതല്ലെന്നറിഞ്ഞിരിക്കെ വല ചെല്ലുമെന്നെങ്കിൽ ഒരുത്താൻ അഭിരുചി പൂർവജന്മാർദ്യത വാസനയാൽ അതിലാവതല്ലേതും അതിൽ വംശനായി വരുമെന്നാൽ അതിങ്കിൽ നിന്നാച്ചു മനസ്സിനെ തന്നോട് വിവേകോപദേശങ്ങൾ കൊണ്ട് വിധേയമാക്കിക്കൊണ്ടിരിപ്പവനുണ്ടോ ജഗത്തിങ്കൽ ആരാനും ഓർക്ക നീ മുന്നം വിചാരകാലം ഞാൻ ഭഗവാനോട് തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽ ഫലം ഇപ്പോൾ ഉപകൃതമായി വന്നത് ഈശ്വര കൽപ്പിതമാർക്കും തടുക്കാവതല്ലോ മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ നാനാജകന്മയൻ നാരായണൻ വരൻ സീതയാകുന്നത് യോഗം ആയാദേവി ചേതസി നീ ധരിച്ചിടുകയെന്നങ്ങനെ നിന്നോട് തന്നെ പറഞ്ഞു തന്നീലയോ ബാന്നവാ മുന്നമേ എന്തോന്നൊരാഞ്ഞതും ഞാനൊരു നാദിശാലയാം യഥാസുഖം കാരണനാം നാരായണാശ്രമേ വാഴുന്ന നേരത്തു നാരദനെ പരിതോഷേണ കണ്ട് നമസ്കരിച്ചിടിനാൽ ഏതൊരു ദിക്കിൽ നിന്നാഗതനായി ആദരവോട് അരുൾ ചെയ്തു മഹാമുനി ഏതൊരു ദിക്കിൽ നിന്നാഗതനായതെന്ന് ആദരവോട് അരുൾ ചെയ്തു മഹാമുനി എന്തൊരു വൃത്താന്തമുള്ളൂ ജഗത്തിങ്കൽ അന്തരം കൂടാതെ അരുൾ ചെയ്യുകയെന്നെല്ലാം ചോദിച്ച നേരത്ത് നാരദൻ എന്നോട് സാധനം ചെന്നാനും ഉദന്ത ദന്തങ്ങളൊക്കവേ രാവണ പീഡിതന്മാരെ മഞ്ഞൊരു ദേവകളും മുനിമാരും ഒരുമിച്ച് ദേവദേവേശന വിഷ്ണു ഭഗവാനെ സേവിച്ചു നടത്തിച്ച്
ഞങ്ങളെല്ലാം ഉപദ്രവിച്ചിടുന്നത് എങ്ങും ഇരിക്കരുത് അരുന്നാതെ ചമഞ്ഞിരു മത്തിനാനെല്ലിയെ മൃത്യുവില്ലെന്നത് മുക്തം വിരിഞ്ഞ നന്മനമേ കൽപ്പിതം മത്തിനായി തന്നെ പിറന്നു ഭവാനിനി സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ. യുദ്ധമുണർത്തിച്ച നേരം മുഖം തെരഞ്ഞിത്ത കാര്യം കലർന്നരളി ചെയ്ത് വൃത്തിയിൽ ഞാൻ അയോധ്യയാം ദശരഥപുത്രനായി വന്നു പിറന്നിനി സത്വരം നർത്തങ്കിരാതി കൊണ്ട് തന്നെയും നിഗ്രഹിച്ചത്ര തീർത്തിടുവാൻ ത്രീലോകത്തിങ്കൽ സത്യസങ്കല്പനാം ഈശ്വരൻ തന്നോട് ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെയെല്ലാം ഒടുക്കും അവനിനി മംഗലം വന്നുകൂടും ജഗത്തിങ്കലും എന്നൊരു ചെയ്തു മറഞ്ഞു മഹാമുനി നന്നായി തിരുവിച്ചു കൊള്ളുന്ന നീ മാനസേ. രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളൻ നീ വരദാശ്യാമളൻ മായാമനുഷ്യവേഷം കൊണ്ട് രാമനെ കായേനെ വാചാ മനസാ വഴിക്ക് നീ ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ ഭക്തിയല്ലോ മഹാജ്ഞാന മാതാവടോ ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി ഭക്തിഹീനന്മാർക്ക് കർമ്മവും നിഷ്ഫലം സഖ്യയില്ലാതോളമുണ്ട് അവതാരങ്ങൾ പങ്കജനേത്രനാം വിഷ്ണുവിനെങ്കിലും സഖ്യാവത അമ്മതം ചൊല്ലുവൻ നിന്നുടെ സംഖ്യയെല്ലാം അകലെ കളഞ്ഞിടുവാൻ രാമാവതാര സമമല്ലാത്ത ഒന്നുമേ നാമജപത്തിനാലെ വരും മോക്ഷവും ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മാനുഷകാരനാം രാമനാകുന്നതും താരക ബ്രഹ്മമെന്നത്ര ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. രാമനെ തന്നെ ഭജിച്ചു വിദ്യുജ്ജനമാമയം നൽകുന്ന സംസാരസാഗരം ലംഘിച്ചു രാമപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളുന്നിതു സന്തതം ബുദ്ധതത്വന്മാർ നിരന്തരം രാമനെ ചിത്താംബുജത്തിങ്ങൾ നിത്യവും ധ്യാനിച്ചു തച്ചരിതങ്ങളും ചൊല്ലി നാമങ്ങളും ഉച്ചരിച്ച ആത്മനാത്മന കണ്ട് അച്യുതനോടു സായുജ്യവും പ്രാപിച്ചു നിശ്ചലാനന്ദം ലയിക്കുന്നത് അന്വകം മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചു കൊള്ളുകാനന്ദമൂർത്തി. തച്ചരിതങ്ങളും ചൊല്ലി നാമങ്ങളും ഉച്ചരിച്ച് ആത്മാത്മന കണ്ടുകൊണ്ട് അച്യുതനോട് സായുജ്യവും പ്രാപിച്ചു നിശ്ചലാനന്ദേ നയിക്കുന്നത് അന്വകം മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചു കൊള്ളാനന്ദമൂർത്തി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.